പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്യൂച്ചർ ടെൻസ്, നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഫ്യൂച്ചർ ടെൻസിൽ പറയുന്നത്. അതായത് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഭാവി കാലത്തിൽ പറയുന്നത്. നടക്കുന്നത് പ്രസൻറ്റ് ടെൻസിലും നടന്നത് പാസ്റ്റ് ടെൻസിലും പറയുന്നു. പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിരുന്നു. പ്രസൻറ്റ് ടെൻസിന് 4 വകഭേദം, പാസ്റ്റ് ടെൻസിന് 4 വകഭേദം, ഫ്യൂച്ചർ ടെൻസിനും 4 വകഭേദങ്ങൾ. ഉദാഹരണം 1, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. നടക്കാൻ പോകുന്ന ഒരു സാമാന്യ കാര്യം പറയാനാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ ആശ്രയിക്കുന്നത്. 2, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. തുടർന്നുകൊണ്ടിരിക്കാൻ പോകുന്ന ഭാവികാലം. 3, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. പൂർണ്ണതയിലെത്താൻ പോകുന്ന ഭാവികാലം. 4, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. തുടർന്നുകൊണ്ടേയിരിക്കാൻ പോകുന്ന ഭാവികാലം എന്നിങ്ങനെ 4 വകഭേദങ്ങൾ. ആദ്യം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, അതായത് സാമാന്യ ഭാവികാലത്തെക്കുറിച്ച് പറയാം. ഉദാഹരണം, ഹി വിൽ റൺ, അവൻ ഓടും. ഷീ വിൽ സിംഗ്, അവൾ പാടും. യു വിൽ ഗോ, നീ പോകും. ദേ വിൽ ഡാൻസ്, അവർ ഡാൻസ് ചെയ്യും. ഗോപൻ ആൻഡ് ധോണി വിൽ സ്റ്റഡി ലെസൺസ്, ഗോപനും ധാനിയും പാഠങ്ങൾ പഠിക്കും. ഓടും, പാടും, പോകും, ഡാൻസ് ചെയ്യും, പാഠങ്ങൾ പഠിക്കും. ഇതുപോലുള്ള നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. നടക്കാനിരിക്കുന്ന കാര്യങ്ങളുടെ സാഹചര്യം സൂചിപ്പിക്കാൻ, അതായത് ഫ്യൂച്ചർ ടെൻസിൽ കാര്യങ്ങളുടെ സാഹചര്യം സൂചിപ്പിക്കുമ്പോൾ വിൽ എന്നും ഷാൽ എന്നും 2 ഭാവികാല സൂചകങ്ങൾ ഇംഗ്ലീഷ് വ്യാകരണത്തിൽ ഉള്ളത് കാര്യങ്ങൾ വേഗത്തിലും കൂടുതൽ വ്യക്തതയിലും ഗ്രഹിക്കാൻ സഹായിക്കുന്നു. വില്ലും ഷാലും എവിടെയൊക്കെ എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ അത് മാത്രം ശ്രദ്ധിച്ചാൽ ഫ്യൂച്ചർ ടെൻസിൻ്റെ, അതായത് ഭാവി കാലത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ വേഗത്തിൽ സാധിക്കുന്നു. അതുകൊണ്ട് മറ്റ് ടെൻസുകൾ മനസ്സിലാക്കുന്നതിനേക്കാൾ വേഗം ഫ്യൂച്ചർ ടെൻസ് മനസ്സിലാക്കാൻ കഴിയുന്നു. ഐ എന്ന സബ്ജക്റ്റും വി എന്ന സബ്ജക്റ്റും വരുമ്പോൾ വില്ല് ചേർന്നാൽ ഉറപ്പായ കാര്യം ആണെന്നും ഐ എന്നതും വി എന്നതും സബ്ജക്റ്റായി വരാത്തപ്പോൾ ഷാൽ ചേരുമ്പോൾ, അതായത് ഹി, ഷീ, യു, ദേ പിന്നെ പേരുകൾ സബ്ജക്റ്റായി വരുമ്പോൾ ഷാൽ ചേർത്താലും ഉറപ്പായ പ്രസ്താവനയാകും. സാധാരണഗതിയിൽ ഐയും വിയും എന്ന ഉത്തമ പുരുഷൻ കർത്താവായി വരുമ്പോൾ ഷാൽ എന്നും മറ്റ് തൃതീയ പുരുഷൻ, അതായത് ഹി, ഷീ, യു, ദേ, നെയിംസ് എന്നിവ കർത്താവായി വരുമ്പോൾ വിൽ എന്നും ചേർക്കുന്നു. പറയുന്ന കാര്യത്തിന് മൂർച്ച വേണ്ടി വരുമ്പോൾ ഐയുടെയും വിയുടെയും കൂടെ വില്ലും ചേർക്കുന്നു. ഹി, ഷീ, യു, ദേ, നെയിംസ് എന്നിവയുടെ കൂടെ മൂർച്ച കൂട്ടാൻ
ഷാൽ എന്നും ചേർക്കുന്നു. ഉദാഹരണം: ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വന്നിരിക്കും. ഐ ഷാൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. വി വിൽ കം വിത്ത് യു, ഞങ്ങൾ നിൻ്റെ കൂടെ വന്നിരിക്കും. വി ഷാൽ കം വിത്ത് യു, ഞങ്ങൾ നിൻ്റെ കൂടെ വരും. ദേ വിൽ കം വിത്ത് യു, അവർ നിൻ്റെ കൂടെ വരും. ദേ ഷാൽ കം വിത്ത് യു, അവർ നിൻ്റെ കൂടെ വന്നിരിക്കും. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് നോക്കുക. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ, അതായത് സാമാന്യ ഭാവി കാലത്തിൽ, കർത്താവ് ഏകവചനമായാലും ബഹുവചനമായാലും സബ്ജക്റ്റിന് ശേഷം, അതായത് കർത്താവിന് ശേഷം ഷാൽ എന്നോ വില്ലെന്നോ ചേർത്ത് ക്രിയ അതേപടി ചേർത്താൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസായി. വില്ലെഴുതുമ്പോഴും ഷാൽ എഴുതുമ്പോഴും ഉണ്ടാകുന്ന അർത്ഥവ്യത്യാസം കൂടി മനസ്സിലാക്കിയാൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് നിങ്ങൾക്ക് മനസ്സിലായി. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്, അതായത് തുടർന്നുകൊണ്ടിരിക്കാൻ പോകുന്ന ഭാവി കാലത്തെക്കുറിച്ച്.